കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പഴശ്ശിരാജാവിന്റെ പ്രധാന സമരരംഗമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴശ്ശിയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ഒരു കോവിലകം പണിയുന്നതിനു വേണ്ടി കുറ്റിയടിച്ചതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് കുറ്റ്യാടി എന്ന് പേരുണ്ടായതെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ കുറ്റ്യാടിയിൽ പഴശ്ശിരാജാവിന് ഒരു സ്മാരകമില്ല. പഴശ്ശിരാജാവിന്റെ കോട്ടയം രാജ്യം തലശ്ശേരി താലൂക്കും വയനാട്ടിലെ ചില ഭാഗങ്ങളും കൊടകും ഉൾപ്പെടുന്നതായിരുന്നു. തലശ്ശേരിയിൽ നിന്നും വയനാട്ടിലേക്കുള്ള യാത്ര കുറ്റ്യാടി വഴിയാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന വന്യമായ പ്രദേശം. മലകളും താഴ്വാരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ചേർന്ന പ്രകൃതി. പണ്ടുകാലത്ത് ആന, കരടി, പുലി, സിംഹം, ചെന്നായ എന്നിങ്ങനെ സകല വന്യമൃഗങ്ങളുടെയും ആവാസ സ്ഥലമായിരുന്നു ഇത്. ഇന്നും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിക്കാർക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽപ്പെടുന്ന കുറ്റ്യാടി ഇന്ന് പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്നവരാണ് ഏറെയും. കുറ്റ്യാടി അങ്ങാടിയിൽ ഒരു ചെറിയ കുന്നിൻ പ്രദേശമാണ് പഴശ്ശിയുടെ ഓർമ്മകളുമായി നിൽക്കുന്നത്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനും രജിസ്ട്രാർ ഓഫീസും സർക്കാർ വക അതിഥി മന്ദിരവും മറ്റു ചില ഓഫീസുകളും ഇവിടെയാണ്. ഈ സ്ഥലത്താണ് പഴശ്ശി കോവിലകം നിർമ്മിക്കാനായി കുറ്റിയടിച്ചത്. അങ്ങനെ പണ്ട് തൊണ്ടിപ്പൊയിൽ എന്ന് അറിയപ്പെട്ട ഈ സ്ഥലം കുറ്റ്യാടിയായി. പ്രായം ചെന്ന കുറ്റ്യാടിക്കാർ ഇന്നും പഴശ്ശിയെ തമ്പുരാൻ എന്ന് വിളിക്കുന്നു. ഈ പ്രദേശം പഴശ്ശിയുടെ രാജ്യാതിർത്തിയിൽപ്പെട്ട സ്ഥലമാണെങ്കിലും കാവിലുംപാറ മൂപ്പിൽ സ്ഥാനികൾ പ്രദേശം കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ഒരു പട്ടരുടെ വേഷത്തിൽ കാര്യസ്ഥനായ കുറുമൻ ചന്തുവിനെയും കൂട്ടിയാണ് പഴശ്ശി വന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്നാട്ടുകാരനുമായ MC വ്യാസൻ 86ാമത്തെ വയസ്സിലും ആ പഴയ കഥകൾ ഓർമ്മിക്കുന്നു. പട്ടരുടെ വേഷത്തിൽ വന്ന ക്ഷത്രിയനായ തമ്പുരാൻ ആരുടെ മുന്നിലും തലകുനിക്കില്ല, മുങ്ങിക്കുളിക്കുമ്പോൾ പോലും. ഇയാൾ പട്ടരായിട്ടാണല്ലോ വന്നത്. അങ്ങനെ ഇവിടെ താമസിക്കുമ്പോ ഈ കൊയിലോട്ടം കടവത്തിന് കുളിക്കുന്നു. അപ്പോ നമ്പ്യാറെ കാര്യസ്ഥ എന്തിനോ വന്നു നോക്കുമ്പോ ഇയാള് പിന്നെ മുങ്ങുന്നില്ല, ഇങ്ങനെ നേരെ ആക്കിയിട്ടാ കുളിക്കുന്നത്. അപ്പോ ഇങ്ങനെ മുങ്ങുമ്പോ ഒരാ കുമ്പിടലായി പോയല്ലേ. അപ്പോൾ അത്രയും വേറൊരാൾക്ക് കുമ്പിടുമല്ല എന്നുള്ള നിലക്ക് ഇയാൾ കുളിക്കുമ്പോൾ അങ്ങേറ്റായി പിന്നെ ഈ കാര്യത്തിൽ മനസ്സിലായും ഇത് പട്ടരല്ല, ശരിയായ തമ്പരാനാണ് മനസ്സിലായത്. കുറ്റ്യാടിയുടെ ചരിത്രവും പഴശ്ശിക്ക് ഈ പ്രദേശവുമായുള്ള ബന്ധവും പുറത്തുകൊണ്ടുവരാൻ നാട്ടുകാരിൽ ചിലർ പരിശ്രമിച്ചു പോന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടയാളാണ് 75 വയസ്സുള്ള ഉറച്ച ദേശീയവാദി കൂടിയായ P. സൂപ്പി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കുറ്റ്യാടിയുടെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്. കുറ്റ്യാടിയിൽ പഴശ്ശിക്ക് സ്മാരകം വേണമെന്ന് സൂപ്പി നിരന്തരമായി ആവശ്യപ്പെട്ടു. കുറ്റ്യാടിയിൽ ആദ്യമായൊരു മുസ്ലിം പള്ളി സ്ഥാപിച്ചത് പഴശ്ശിയാണെന്നും P. സൂപ്പി പറയുന്നു. പഴശ്ശിരാജാവിന്റെ കാര്യസ്ഥനുണ്ട് ഇവിടെ. അങ്ങനെ പഴശ്ശിരാജാവിൻ്റെ കൂടെ കുറേ കാര്യസ്ഥന്മാർ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാന കാര്യസ്ഥനെ പെട്ടെന്ന് വിളിച്ചപ്പം കാര്യസ്ഥൻ പള്ളിക്ക് പോയിക്കാം. പള്ളിക്ക് പോകണമെങ്കിൽ എവിടെ പോകണം? തോണിയിൽ അങ്ങ് വേളത്ത് വളരെ അപ്പുറം പോകണം പഴശ്ശി. അപ്പം വേളത്ത് തോണിക്ക പോയതാണ്. അത് ശരി, ഇവിടെ പള്ളിയില്ല മുസ്ലിങ്ങൾക്കല്ലേ എന്ന് അന്വേഷിച്ച് ഇല്ല എന്ന് പറഞ്ഞപ്പം ഈ സ്ഥലം ഇന്ന് നിലവിലുള്ള പള്ളിയുണ്ടല്ലോ, ആ സ്ഥലം പഴശ്ശി മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങി പള്ളി ഉണ്ടാക്കി കൊടുത്തത്. പഴശ്ശി കോവിലകമോ കോട്ടയോ പണിയാൻ തുടങ്ങിയ ഈ സ്ഥലത്ത് ഇനിയും വ്യക്തമല്ലാത്ത നിരവധി ശേഷിപ്പുകളുണ്ട്. ഇപ്പോഴത്തെ PWD റെസ്റ്റ് ഹൌസിന്റെ കെട്ടിടത്തിന്റെ തറ പണ്ട് പഴശ്ശി താമസിച്ച വീടിന്റേതാണെന്ന് പറയപ്പെടുന്നു. തൊട്ടടുത്ത് ഒരു വലിയ കിണറുമുണ്ട്. ഇത് പഴശ്ശി കുഴിച്ചതാണത്രേ. കിണറിൽ നിന്ന് കണ്ടെടുത്ത മുഖം തകർന്ന ഒരു വിഗ്രഹം തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു. വലതുകൈയിൽ വെണ്ണയും പിടിച്ചുള്ള ഈ ശില്പം ശ്രീകൃഷ്ണന്റേതാണെന്ന് തോന്നുന്നു. ശ്രീകൃഷ്ണനെ ബിംബമെല്ലാം കൊണ്ടാക്കണമെങ്കിൽ
ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് അത് ബോധമില്ല. അല്ലാതെ പഴശ്ശീൻ്റെ വാളിൻ്റെ പിടിയെല്ലാം കിട്ടിയേക്കില്ലേ മലയോരത്തുനിന്ന്, അതിവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടില്ലേ പോലീസ്, അതെവിടെയാണ് വെച്ചെന്നാവും ചിന്തിക്കില്ല. അതെല്ലാം സൂക്ഷിക്കേണ്ടതായിരുന്നു. പഴശ്ശിയുടെ സ്ഥലത്തു നിന്നും അല്പം താഴോട്ടിറങ്ങിയാൽ പുഴയാണ്. നേരെ ഇറങ്ങിച്ചെല്ലുന്ന കടവിന്റെ പേര് കൊയിലോത്തും കടവ് എന്നാണ്. കോവിലകത്തുകാരുടെ കടവ് എന്നർത്ഥം. ഈ കടവിൻ്റെ പ്രാധാന്യം പഴശ്ശി രാജാവിൻ്റെ നീരാട്ട് കുളിക്കുള്ള കടവാണിത്. ഈ കോട്ടയിൽ നിന്ന് എങ്ങനെ ഒരു വഴി ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പടിപടിയായിട്ടായിരുന്നു അന്ന്. ഞാൻ കുട്ടിക്കാലത്ത് അത് കാണുമ്പോൾ നല്ല പടികളായിരുന്നു. അതെ, കുളിക്കാനും മറ്റും നല്ല സൗകര്യങ്ങളുണ്ടാവണല്ലോ, അതിനു വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്. അവിടെ നിങ്ങൾ പുഴയിലേക്ക് നീരാട്ട് കുളിക്കടവ്, കൊയിലോത്തും കടവ്. ഈ കടവിന് പറഞ്ഞ് കൊയിലോത്തും കടവ് എന്നാണ്. കൊയിലോത്തും കടവ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് വന്ന പേരാണ്. അതുപോലെ തന്നെ നീരാട്ട് കുളിക്കടവ്, അതും കോട്ട സ്ഥാപിച്ചു കഴിഞ്ഞാൽ തമ്പുരാട്ടിമാർക്കൊക്കെ കുളിക്കാനൊക്കെ ഉള്ള കടവ് എന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ പേര് വരുന്നത്. ആ പേരിലൊക്കെയാണ് ഈ സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത്. കൊയിലോത്തും കടവ് 2 പുഴകളുടെ സംഗമസ്ഥലം കൂടിയാണ്. ഇവിടെ വലിയ ചുഴികൾ ഉണ്ടായിരുന്നു. പഴശ്ശിക്ക് കോവിലകം പണിയാൻ പാലേരിയിൽ നിന്നും കൂറ്റൻ മരങ്ങൾ കൊണ്ടുവന്നിരുന്നു. അവയുമായി പുഴ കടക്കാൻ ശ്രമിച്ച കോട്ടേൻ അനന്തൻ എന്ന ആന ചുഴിയിൽപ്പെട്ട് ചത്തുപോയ ഒരു കഥയുണ്ട്. മേമണ്ണിൽ ഉമ്മ പരിചയിച്ചിൻ്റെ കഥ പാട്ട് പറയുന്നത് ഇതാണ്. ഈ ഭാഗത്തു നിന്നാണ് പഴശ്ശി രാജാവിൻ്റെ മരം പിടിക്കാൻ ആന വന്ന കഥയില്ലേ. ആന ഇതിൽ തന്നെ വന്നപ്പം ഈ കുണ്ടിലാണ്ട് പോയി. ഈ ആനക്കാരനെ പിടിച്ച് എത്ര എറിഞ്ഞിട്ടും ആനേനെ വിട്ടുപോയില്ല, ആനേൻ്റെ ഒന്നിച്ച് മരിച്ച്. അതിനുശേഷം കൊല്ലങ്ങൾക്ക് ശേഷമാണ് വേറൊരു ആന, ഈ 2 ആന, ശേഖരൻ ആന, കോട്ടയൻ ആനന്ദേന് 2 ആന ആണ്ടുപോയ സ്ഥലമാണിത്. കോട്ടേൻ അനന്തൻ എന്ന ആനയുടെയും പാപ്പാന്റെയും ദുരന്തം വിവരിക്കുന്ന ഒരു നാടൻ പാട്ടും പ്രചാരത്തിലുണ്ട്. പഴയ കാരണവന്മാരും കാരണവത്തിമാരും അത് പാടിത്തരും. പിന്നെയും കേൾക്കുന്ന ആനപ്പാപ്പാൻ തുള്ളിക്കേറിയുന്ന ആനക്കുട്ടി പിന്നെയും പോരണ്ടെന്നും പറഞ്ഞ് ആനക്കുട്ടി പിന്നെ എറിയുന്നേരം പാപ്പാനും തുള്ളിയും ആനക്കുട്ടിയും 3 വീടങ്ങനെ ആണ്ടും പോയി തമ്പരങ്കാരഞ്ഞോണ്ടും പോയിട്ടല്ലോ. പഴശ്ശി ഒളിച്ചു താമസിച്ച പല സ്ഥലങ്ങളെക്കുറിച്ചും നാട്ടുകാർക്കിടയിൽ കഥകളുണ്ട്. ആശുസി, ഉറിതൂക്കി, കായൽവട്ടം, പഷ്ണിക്കുന്ന് തുടങ്ങിയവ പഴശ്ശിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. പഴശ്ശിൻ്റെ ഈ ഒറ്റുകൊടുക്കുന്ന കക്ഷികൾ പഴശ്ശി പോയ ലൈനിൽ ഒരു നരീന വെട്ടി എന്നാണ് പറയുന്നത്. ഈ അപ്പോൾ നരീന പഴശ്ശിക്കല്ലാണ്ട് അങ്ങനെ വെട്ടുവാനാവില്ല എന്നുള്ള നിഗമനത്തിൻ്റെ മുകളിൽ ഒറ്റ കൊടുക്കുന്നതുകൊണ്ട് പഴശ്ശി എന്ത് ചെയ്ത് നേരെ പഷ്ണിക്കുന്നിൻ്റെ മുകളിലേക്ക് കാര്യം ഒറ്റപ്പെട്ടു കുന്നാത് ഏത് ഭാഗത്തുനിന്ന് ആ കുന്നിലേക്ക് കാരുന്നുണ്ടേ കാണാം. അപ്പോൾ മേലെ നിന്ന് പാറയെല്ലാം ഉരുട്ടി എല്ലാ റെഡികളും ഈ ആദിവാസികൾ ഒന്നിച്ചുള്ളവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തമ്പുരാന് കുളിക്കുവാനുള്ളൊരു ജലാശയമാണ് കണ്ടുപിടിക്കുന്നത്. പഴശ്ശി സമരങ്ങൾക്ക് കുറ്റ്യാടിയുമായുള്ള ബന്ധം ചരിത്രകാരന്മാർ സമ്മതിക്കുന്നുണ്ട്. 12 വർഷം നീണ്ടുനിന്ന സമരമാണത്. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധത്തിന്റെ ഭാഗമായി പഴശ്ശിരാജാവ് ടിപ്പുവിന്റെ കുറ്റ്യാടിക്കോട്ട പിടിച്ചെടുക്കുകയും അവിടുത്തെ ആയുധങ്ങളെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തതായി ഡോക്ടർ KKN കുറുപ്പ് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ടിപ്പുവിന്റെ ആ കോട്ട നിന്നിരുന്ന സ്ഥലമായിരിക്കുമോ ഇത്? ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും: ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുകയാണ്.